ഇനി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയിം 2 ടൈപ്സ് ഓഫ് അസെറ്റ്. അത് അസെറ്റിനെ മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഫിക്സഡ് അസെറ്റ്, കറണ്ട് അസെറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. രണ്ടാമത് വാട്ട് ഈസ് എ ലെഡ്ജർ ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. ലെഡ്ജർ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ലെഡ്ജർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബുക്ക് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ അക്കൗണ്ട്സ് വേർ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ട്സിൻ്റെ ഒരു ബുക്കാണ്. ഓക്കെ. ഇൻ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് വാട്ട് എൻഷുവേഴ്സ് ദാറ്റ് ദ അക്കൗണ്ടിങ് ഇക്വേഷൻ റിമൈൻസ് ബാലൻസ്ഡ്. അപ്പോൾ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ എന്താണ്, ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആക്കുക എന്നുള്ളതാണ് ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നത് ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആകുമ്പോഴാണ്. അടുത്ത നാലാമത്തത് വാട്ട് ആർ ദ 2 ആസ്പെക്ട്സ് ഓഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ഡബിൾ എൻട്രി സിസ്റ്റം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് ഡെബിറ്റ് ആസ്പെക്ട്സും ക്രെഡിറ്റ് ആസ്പെക്ട്സും ആണ് അതിൽ വരുന്നത് 2 ആസ്പെക്ട്സ്. അടുത്തത് വിച്ച് സബ്സിഡിയറി ബുക്ക് റെക്കോർഡ്സ് ആൾ ദി ക്രെഡിറ്റ് സെയിൽസ് ഓഫ് പ്രോഡക്റ്റ് മെയ്ഡ് ബൈ എ കമ്പനി. ആൻസർ സെയിൽസ് ബുക്ക്. അടുത്തത് അതായത് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് സെയിൽസിൻ്റെ സബ്സിഡിയറി ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്രെഡിറ്റ് സെയിൽസിൻ്റെ സബ്സിഡിയറി ബുക്ക് ഏതാണ്? സെയിൽസ് ബുക്കാണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ ഇൻ വിച്ച് സബ്സിഡിയറി ബുക്ക് വുഡ് യു റെക്കോർഡ് എ ട്രാൻസാക്ഷൻ വെർ ഗുഡ്സ് ആർ റിട്ടേൺ ടു എ സപ്ലയർ. സപ്ലയർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്യുന്നത് ഏത് ബുക്കിലാണ്, ഏത് സബ്സിഡിയറി ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ റിട്ടേൺ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ പർച്ചേസ് റിട്ടേൺ ആണെന്ന് നമുക്കറിയാം. അത് സപ്ലയർക്കാവുമ്പോൾ, റിട്ടേൺ ചെയ്യുന്നത് സപ്ലയർക്കാവുമ്പോൾ ഏതാണ് ബുക്ക്? പർച്ചേസ് ബുക്കാണ്. ഓക്കെ. അടുത്തത് ഡിഫൈൻ എ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാനാണ്. എന്താണ് ട്രയൽ ബാലൻസ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ബാലൻസ് ഓഫ് ആൾ ലെഡ്ജർ അക്കൗണ്ട്സ് ടു ചെക്ക് അരിത്തമാറ്റിക്കൽ അക്യുറസി. അടുത്ത ഡിഫൈൻ ചെയ്യാനാണ്. അപ്പോൾ ഡിഫൈൻ ചെയ്തിട്ട് തന്നെ എഴുതണം. അടുത്തത് എട്ടാമത്തത് വാട്ട് ഈസ് ആൻ എറർ ഓഫ് ഒമിഷൻ ഇൻ അക്കൗണ്ടിങ്. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ അതിലും പറഞ്ഞിരുന്നു എറർ ഓഫ് ഒമിഷൻ. അതായത് എറർ ഓഫ് ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും അല്ലെങ്കിൽ ബുക്സിൽ നിന്നും കംപ്ലീറ്റ്ലി റെക്കോർഡ് ചെയ്യാൻ, മുഴുവനായിട്ടും റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നതിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. ഹു കോ ഫൗണ്ടഡ് ടാലി സൊല്യൂഷൻ. ടാലി സൊല്യൂഷൻ കോ ഫൗണ്ട് ചെയ്ത ആരൊക്കെയെന്നാണ്? അപ്പോൾ ശ്യാം സുന്ദർ ഗോയങ്കയും അതുപോലെ തന്നെ ഭരത് ഗോയങ്കയാണ്. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഷോർട്ട് കട്ട് കീ ടു ക്വിറ്റ് ടാലി ഡയറക്ട്ലി. Ctrl+Q ആണ് ടാലിയിൽ നിന്ന് പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകാനുള്ള ഷോർട്ട് കട്ട്. ഹൗ മെനി പ്രീ ഡിഫൈൻഡ് ഗ്രൂപ്പ്സ് ആർ ദർ ഇൻ ടാലി പ്രൈം. 28 ഗ്രൂപ്പ്സ് ആണുള്ളത്. വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് ഗ്രൂപ്പ്സ് ഇൻ ടാലി പ്രൈം. ടാലി പ്രൈമിൽ ഗ്രൂപ്പ്സിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നുള്ളതാണ്. എന്താണ് പർപ്പസ്? ടു ക്ലാസിഫൈ ലെഡ്ജേഴ്സ് ഫോർ പ്രോപ്പർ അക്കൗണ്ടിങ് ആൻഡ് റിപ്പോർട്ട്സ്. ഓക്കെ. അപ്പോൾ ലെഡ്ജറിനെ എന്താണ് പ്രോപ്പറായിട്ട് അക്കൗണ്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ലെഡ്ജറിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്രൂപ്പ്സിൻ്റെ പ്രൈമറി പർപ്പസ് പറയുന്നത്. വാട്ട് കീ ഡു യു പ്രസ് ടു സേവ് ദ ലെഡ്ജർ ഇൻ ടാലി പ്രൈം. Ctrl+A ഞെക്കിയാലാണ് ഏത് കാര്യവും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അടുത്തത് വാട്ട് ഡസ് UOM സ്റ്റാൻഡ്സ് ഫോർ ഇൻ ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. യൂണിറ്റ് ഓഫ് മെഷർമെൻ്റ് ആണ് UOM എന്നുള്ളത്. വിച്ച് സൈഡ് ഓഫ് എ ടി അക്കൗണ്ട് റെപ്രസെൻറ്റ് ഡെബിറ്റ്. ലെഫ്റ്റ് സൈഡാണ് നമ്മളുടെ ഏത് അക്കൗണ്ടിൻ്റെയും ടി അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ക്രെഡിറ്റും റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഡെബിറ്റും റൈറ്റ് സൈഡ്
ക്രെഡിറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അടുത്തത് സെക്ഷൻ ബി ആണ്. ഐഡൻറ്റിഫൈ ആൻഡ് ബ്രീഫ്ലി ഡിസ്ക്രൈബ് 2 ലിമിറ്റേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. അപ്പോൾ ഒരുപാട് അക്കൗണ്ടിങ്ങിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ 2 എഴുതാം. ഏറ്റവും മെയിനായിട്ടുള്ള ലിമിറ്റേഷൻ എന്താണ്? ഓൺലി മോണിറ്ററി ട്രാൻസാക്ഷൻസിനെ മാത്രമാണ് അതിൽ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ബേസ് ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ചേഞ്ച് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അടുത്തത് എക്സ്പ്ലെയിൻ ദ പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ എൻട്രി ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം. അത് നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് തന്നെ ടെക്സ്റ്റിൽ പഠിക്കുന്നുണ്ട്. അവിടെ അത് എഴുതുക. സിംഗിൾ എൻട്രിയിൽ അതാണ് ഓൺലി 1 ആസ്പെക്ട്സ് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. ഡബിൾ എൻട്രിയിൽ ബോത്ത് ഡെബിറ്റും ഉണ്ട് ക്രെഡിറ്റും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതും. അടുത്തത് ലിസ്റ്റ് 2 അഡ്വാൻറ്റേജസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം. സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ 2 അഡ്വാൻറ്റേജ് എഴുതാനാണ് പറയുന്നത്. എന്താണ്? നമുക്കറിയാം, സിമ്പിളാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. സ്മാൾ ബിസിനസ് എൻ്റർപ്രണേഴ്സിന് അല്ലെങ്കിൽ സ്മാൾ ബിസിനസ്സിനാണ് അല്ലെങ്കിൽ ലോ കോസ്റ്റ് ഫേംസിനാണ് അത് സ്യൂട്ടാവുക. അടുത്തത് ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ കൺസെപ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഇറ്റ്സ് റോൾ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്താണെന്ന് എഴുതിയാൽ മതി. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരിയഡ് ആൻഡ് ഈസ് ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട് ടു കാൽക്കുലേറ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളത് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ ടേം ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ആസ് യൂസ്ഡ് ഇൻ ടാലി. അപ്പോൾ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് ടാലിയിൽ എന്താണെന്നുള്ളത്, എവരി ട്രാൻസാക്ഷൻ എൻറ്റേർഡ് അഫക്ട്സ് 2 അക്കൗണ്ട്സ്, 1 ഡെബിറ്റും 1 ക്രെഡിറ്റും. അതാണ് ഡബിൾ എൻട്രി എന്ന് പറയുന്നത്. അതായത് ഡബിൾ എൻട്രി പറഞ്ഞാൽ ഏത് ട്രാൻസാക്ഷനും ഒരു ഡെബിറ്റ് സൈഡും ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ലിസ്റ്റ് 2 കീ ഫീച്ചേഴ്സ് ഓഫ് ടാലി പ്രൈം. ടാലി പ്രൈമിൻ്റെ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതാനാണ് പറയുന്നത്. അതായത് ടാലി പ്രൈമിലുള്ള അക്കൗണ്ടിങ് എന്താണ്? ഈസിയാണ്. അതുപോലെ തന്നെ ഇൻവെൻറ്ററി മാനേജ് ചെയ്യാൻ പറ്റും, GST കംപ്ലയൻസ് ചെയ്യാൻ പറ്റും, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഉണ്ടാക്കാൻ പറ്റും, പേറോൾ മാനേജ്മെൻറ്റിന് പറ്റും. അങ്ങനെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതാം. അടുത്തത് what are the predefined ledgers in Tally Prime? ക്യാഷ് അക്കൗണ്ട് പ്രീ ഡിഫൈൻഡ് ലെഡ്ജറാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അങ്ങനെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സിൻ്റെ ഒക്കെ പേര് എഴുതാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ പർട്ടിക്കുലേഴ്സ് കോളം ഇൻ എ ലെഡ്ജർ അക്കൗണ്ട്? പർട്ടിക്കുലേഴ്സ് കോളം, ലെഡ്ജർ അക്കൗണ്ടിൽ പർട്ടിക്കുലേഴ്സ് കോളത്തിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ഏത് അക്കൗണ്ടാണോ ആ അക്കൗണ്ടിൻ്റെ നെയിമാണ് അല്ലെങ്കിൽ ഡീറ്റെയിൽസാണ്. ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും നെയിമും ഡീറ്റെയിൽസാണ് ഈ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ കാണിക്കുക, ആ അക്കൗണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തതിൻ്റെ. ഓക്കെ, അപ്പോൾ 24ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സ്റ്റോക്ക് കാറ്റഗറീസ് ഇൻ ടാലി പ്രൈം. സ്റ്റോക്ക് കാറ്റഗറീസ് നമ്മൾ ടാലി പ്രൈമിൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എന്തിനാണ് യൂസ്ഡ് ടു ക്ലാസിഫൈ സ്റ്റോക്കിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഐറ്റംസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഫോർ ബെറ്റർ ഇൻവെൻറ്ററി കൺട്രോൾ. ഈ ഐറ്റംസ് എന്തായിരിക്കും? അതിൻ്റെ ടൈപ്സിനെ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അത് ബെറ്റർ ഇൻവെൻറ്ററി കൺട്രോളിനെ ഹെൽപ്പ് ചെയ്യും. അടുത്തത് ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ് ഇൻ ടാലി. അപ്പോൾ എങ്ങനെയാണ്? ഗേറ്റ് വേ ഓഫ് ടാലി എടുക്കുക, ക്രിയേറ്റ് എടുക്കുക, യൂണിറ്റ് എടുക്കുക, യൂണിറ്റിൻ്റെ പേര് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ സിമ്പൽ. ഇപ്പോൾ കിലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ കിലോഗ്രാം എന്ന് എഴുതിയിട്ട് kg എന്ന് ഇതാക്കുക. അതുപോലെ തന്നെ ഏത് ടൈപ്പിലാണെന്ന് നോക്കി സെലക്ട് ചെയ്തിട്ട് എന്താണ് സേവ് കൊടുക്കുക. ഓക്കെ, അടുത്ത സെക്ഷൻ C ആണ്.
26ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് എ കമ്പനി യൂസ് ടു പർച്ചേസ് ബുക്ക് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് ബെനിഫിറ്റ്സ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ പർച്ചേസ് ബുക്കിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ പേജ് നമ്പർ 58 പർച്ചേസ് ബുക്ക് എന്താണെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നും അത് ഒരു മോഡൽ ഇല്ലുസ്ട്രേറ്റ് ഒരു എക്സാമ്പിൾ വരയ്ക്കാം. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻസ്, ഡിസ്കസ് ദി ലിമിറ്റേഷൻസ് ഓഫ് സിംഗിൾ എൻട്രി സിസ്റ്റം ഫോർ കോംപ്ലക്സ് ബിസിനസ്. അപ്പോൾ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് എഴുതാം. പേജ് നമ്പർ 27 നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് കിട്ടും. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ എറർ ഡിറ്റക്ഷൻ മെക്കാനിസം ഇൻഹറൻറ്റ് ഇൻ ദ ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റം. എങ്ങനെയാണ് ഡബിൾ എൻട്രി അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എറർ ഡിറ്റക്ഷൻ മെക്കാനിസം വർക്ക് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അത് നമ്മൾ പേജ് നമ്പർ 32 ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷനായിട്ട് അത് പറയുന്നുണ്ട് പേജ് നമ്പർ 32. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഇൻക്ലൂഡിങ് ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഫ്രം റെക്കോർഡിങ് ടു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ആദ്യം എന്താണ്, ഐഡൻറ്റിഫൈങ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അത് ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നു, പിന്നെ അത് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു, പിന്നെ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നു, അതുപോലെ തന്നെ പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ലാസ്റ്റ് ക്ലോസിങ് എൻട്രീസൊക്കെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, അത്രയും പ്രോസസ്സിലൂടെയാണ് അക്കൗണ്ടിങ് കഴിഞ്ഞു പോകുന്നത്. അടുത്ത 30ാമത്തെ ക്വസ്റ്റ്യനാണ്, ഡിസ്കസ് ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ടൂൾ ഫോർ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിൽ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിന്, അതായത് അക്കൗണ്ടിങ്ങിലൂടെ എങ്ങനെയാണ് ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്നതെന്നുള്ളതാണ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടെ നമുക്ക് ബിസിനസ്സിൻ്റെ പൊസിഷൻ അറിയാൻ പറ്റും, അതിനനുസരിച്ചുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഷോ പ്രോഫിറ്റ് ഓർ ലോസ്, അതുപോലെ തന്നെ ഹെൽപ്സ് ടു കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അക്കൗണ്ടിങ്. അതുപോലെ തന്നെ അസിസ്റ്റ് ബഡ്ജറ്റിംഗ് ആൻഡ് പ്ലാനിങ് അസിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് സപ്പോർട്ട് ചെയ്യുന്നു, ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഹെൽപ്സ് മാനേജ്മെൻറ്റ് പോളിസി ഡിസിഷൻസ്. ഓക്കെ, അത്രയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉള്ളത്. അടുത്തത്, ഡിസ്കസ് ദ കോമ്പണൻസ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ദെയർ ഇമ്പോർട്ടൻസ് ഇൻ ഡിറ്റർമിനിങ് ഗ്രോസ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ കോമ്പണൻസ് ഏതൊക്കെയാണ്? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലുള്ളത്, ട്രേഡിംഗ് അക്കൗണ്ടിലുള്ളത് ഓപ്പണിംഗ് സ്റ്റോക്കും പർച്ചേസസും ഡയറക്റ്റ് എക്സ്പെൻസും സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഇതുള്ളത്, അതുകൊണ്ടാണ് അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട്ലൈൻ ദ സ്റ്റെപ്പ് ടു ക്രിയേറ്റ് സ്റ്റോക്ക് ഐറ്റംസ് ഇൻ ടാലി പ്രൈം ഇൻക്ലൂഡിങ് ഡീറ്റെയിൽസ് ദാറ്റ് നീഡഡ് ടു കോൺഫിഗേർഡ്. അപ്പോൾ ടാലി പ്രൈമിൽ എങ്ങനെയാണ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്പാണ് ഇതുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റിൽ സ്റ്റോക്ക് ഐറ്റംസ് കൊടുക്കുക, എന്നിട്ട് എൻ്റർ ദ നെയിം ഓഫ് ഐറ്റം, അതുപോലെ തന്നെ സെലക്ട് സ്റ്റോക്ക് ഗ്രൂപ്പ് ആൻഡ് കാറ്റഗറി, പിന്നെ ചൂസ് യൂണിറ്റ് ഓഫ് മെഷർ, പിന്നെ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് എൻ്റർ ചെയ്യുക ഓരോന്നിൻ്റെയും. ലാസ്റ്റ് സെറ്റ് റേറ്റ് ആൻഡ് GST ഡീറ്റെയിൽസൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ Ctrl+A ടു സേവ് ചെയ്യാൻ Ctrl+A കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്പ്. ഞാൻ ഷോർട്ടാക്കി പറഞ്ഞതാണ്, ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മളുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 4 അത് വരുന്നത്. ഇനി അടുത്തത് സെക്ഷൻ D ആണ്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ഹൗ എ സ്മാൾ ബിസിനസ് മൈറ്റ് transition from a single entry system to double entry system. Discuss the advantage this transition could bring to business. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങളാണ്, ഇതൊരു എസ്സേ ക്വസ്റ്റ്യനാണ്, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സ്മാൾ ബിസിനസ്സിനെ
സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് സ്മാൾ ബിസിനസ് സിംഗിൾ എൻട്രി സിസ്റ്റത്തിന് ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് ട്രാൻസിഷൻ ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ അസറ്റും ലയബിലിറ്റീസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അഫെയർ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം ഒരു ഡബിൾ എൻട്രി സിസ്റ്റത്തിലേക്ക് ആക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. ലെഡ്ജർ അക്കൗണ്ട്, ജേണൽ, ലെഡ്ജറൊക്കെ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഡെബിറ്റും ക്രെഡിറ്റ് യൂസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. അത്രയും സ്റ്റെപ്പുകളാണ് അതിനുള്ളത്. അതിന് ശേഷം എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് പേജ് നമ്പർ 32 ഡബിൾ എൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതാണ് ഇതിൽ എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ ഡീറ്റെയിൽസ് ഇൻ ബെനിഫിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് പ്രൊവൈഡഡ് by Tally with example of how each benefits enhance the business operation. It includes list 5 benefits in your discussion. അപ്പോൾ 34ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പേജ് നമ്പർ 97 അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എഴുതാനാണ്. ഓക്കെ, അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ ഡിഫറൻസ് ഗ്രൂപ്പ്സ് ആൻഡ് ലെഡ്ജർ ഇൻ ടാലി പ്രൈം including their purpose and how they are used to manage financial transaction effectively. Provide example to support your explanation. അപ്പോൾ ഗ്രൂപ്പ്സിൻ്റെയും ലെഡ്ജറിൻ്റെയും ഡിഫറൻസ് എഴുതാനാണ്. അപ്പോൾ അത് പേജ് നമ്പർ 130 അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ആ പേജിൽ തന്നെ ഉണ്ട്. പ്രൊവൈഡ് എക്സാമ്പിൾ ടു സപ്പോർട്ട് യുവർ എക്സ്പ്ലനേഷൻ. നിങ്ങളുടെ എക്സ്പ്ലനേഷനെ സപ്പോർട്ട് ചെയ്യുന്ന എക്സാമ്പിൾസ് എഴുതാൻ. ഓക്കെ, അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ ഒരു XYZ കോർപ്പറേഷൻ്റെ ഡിസംബർ 31, 2023 ബാലൻസാണ്, ട്രയൽ ബാലൻസാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ ഇതൊരു ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നമ്മളെ സിലബസിലുണ്ട്, പക്ഷേ നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കാനില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പോവാതിരിക്കുക. ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാലൻസ് ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മളെ സിലബസ് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്.